الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أولئك الذين آتيناهم الكتاب والحكم والنبوة فإن يكفر بها هؤلاء فقد وكلنا بها قوما ليسوا بها بكافرين. നമ്മൾ 89-ാമത്തെ ആയത്ത് മുതൽക്കാണ് ഓടുന്നത്. 8-9. أولئك الذين آتيناهم الكتاب والحكم والنبوة فإن يكفر بها هؤلاء فقد وكلنا بها قوما ليسوا بها بكافرين. أولئك الذين هدى الله وبهداه مقتدي قل لا أسألكم عليه أجرا إن هو إلا ذكرى للعالمين. ഏറെ സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പടച്ചറബിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന വിധം ജീവിതം ക്രമീകരിക്കാൻ റബ്ബ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം ഇന്ന് നമ്മൾ വീണ്ടും സംഗമിക്കുകയാണ്. 49-ാമത്തെ ക്ലാസ് ആണ് ഇന്ന്. പരിശുദ്ധ ഖുർആനിലെ 6-ാം അധ്യായം സൂറത്തുൽ അൻആമിന്റെ 89-ാമത് ആയത്താണ് നമുക്ക് പഠിച്ചു തുടങ്ങുവാനുള്ളത്. ചെറിയൊരു ഇടവേള വന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപക്ഷെ പഴയ പാഠങ്ങൾ മറന്നു പോയവരുണ്ടാകാം. ഓർമ്മിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് ഉണർത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കുറെ പ്രവാചകന്മാരെ സംബന്ധിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞത്. സൂറത്തുൽ അൻആമിൽ 18 പ്രവാചകന്മാരുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ട്. ബാക്കി 7 പ്രവാചകന്മാരുടെ പേരുകൾ മറ്റ് സൂറകളിലുമായിട്ടാണ് പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. ആ പ്രവാചകന്മാരുടെ ചില ചരിത്രങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് അവരെ സംബന്ധിച്ചാണ് ഖുർആൻ ഇവിടെ പറയുന്നത്. ഉലൈകല്ലദീന ആതൈനാഹുമുൽ കിതാബ വൽ ഹുക്മ വന്നുബുവ്വ. കിതാബും ഹുക്കുമും നുബുവ്വത്തും, വേദവും വിജ്ഞാനവും പ്രവാചകത്വവും നൽകിയിട്ടുള്ളവരാണ് അവർ. അൽ കിതാബ് ഗ്രന്ഥം നൽകപ്പെട്ടിട്ടുണ്ട്, വൽ ഹുക്മ വിജ്ഞാനം നൽകപ്പെട്ടിട്ടുണ്ട്, വന്നുബുവ്വത്ത പ്രവാചകത്വവും നൽകപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രവാചകന്മാരുടെ പേരുകളാണ് ഇവിടെ സൂചിപ്പിച്ചത്. ഉലൈക അവർ, അല്ലദീന ആതൈനാഹും, അല്ലദീന ഒരു വിഭാഗമാണ്, ആതൈനാഹും നാം അവർക്ക് നൽകി, അൽ കിതാബ്, അൽ ഹുക്മ, വന്നുബുവത്ത് വേദഗ്രന്ഥമുണ്ട് അവരുടെ കൂടെ, വിജ്ഞാനികളാണ് അവർക്ക്. അതുകൂടാതെ തന്നെ വേദഗ്രന്ഥത്തിൽ വന്നിട്ടില്ലാത്ത പലതരത്തിലുള്ള വിജ്ഞാനങ്ങളും ഹുക്മ അവർക്ക് നാം നൽകി. അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അൽ ഹുക്മ അല്ലെങ്കിൽ അൽ ഹിക്മത്ത് എന്ന് ഖുർആനിൽ സൂചിപ്പിക്കുന്നത്
സുന്നത്തിനെ സംബന്ധിച്ചാണ്. കിതാബും ഹിക്മത്തും നൽകി എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനും സുന്നത്തും, ഖുർആനിലില്ലാത്ത പല കാര്യങ്ങളും പ്രവാചക അല്ലെങ്കിൽ ഖുർആനിന്റെ വിശദീകരണമായിക്കൊണ്ട് പല വിഷയങ്ങളും പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിച്ചു എന്നാണ്. വന്നുബുവ്വത്ത, പ്രവാചകത്വവും, അവരൊക്കെ നബിമാരാണ്, പ്രവാചകന്മാരാണ്. അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ അള്ളാഹുവിൽ നിന്ന് സ്വീകരിക്കുകയും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന നബിമാരാണവർ. ഇക്കൂട്ടർ, നേരത്തെ ഉലായിക്ക എന്ന് പറഞ്ഞു, അക്കൂട്ടർ എന്നാണ്, അവർ എന്നാണ് അതിന്റെ അർത്ഥം. ഹാവുലായി എന്ന് പറഞ്ഞാൽ ഇവർ എന്നാണ് അർത്ഥം. ഉലായിക്ക എന്ന് പറയുന്നതിന്റെ എതിർ രൂപമാണ് ഹാവുലായി. ഉലായിക്ക അവർ, ഹാവുലായി ഇവർ. അറിയാലോ. ഹാവുലായി, ഈ ആളുകൾ, ഈ മക്കയിലുള്ള പ്രവാചകരെ എതിർക്കുന്ന, നിഷേധിക്കുന്ന ഈ ആളുകൾ ഈ പറഞ്ഞ പ്രവാചകന്മാരെയും അവർക്ക് നൽകപ്പെട്ട വേദഗ്രന്ഥങ്ങളെയും ഒക്കെ നിഷേധിക്കുകയാണെങ്കിൽ ഫഖദ് വക്കൽനാ ബിഹാ ഖൗമൻ ലൈസു ബിഹാ ബികാഫിരീൻ. ഫഖദ്, തീർച്ചയായും, വക്കൽന, നാം വക്കാലത്ത് നൽകിയിട്ടുണ്ട്, ഭരമേൽപ്പിച്ചിട്ടുണ്ട്, ബിഹാ, അത് സംബന്ധമായി, ഖൗമൻ, ഒരു ജനതയെ, ലൈസു, അവർ അല്ല, ലൈസ അല്ല, ലൈസു അവർ അല്ല, ബിഹാ ആ കാര്യങ്ങളെ, ബി കാഫിരീൻ നിഷേധിക്കുന്നവർ അല്ല. അപ്പൊ നിങ്ങൾ ഇവരെ നിഷേധിക്കുകയാണെങ്കിൽ വേറൊരു കൂട്ടം ആളുകളെ, വേറൊരു കൂട്ടരെ, ഈ കാര്യങ്ങളൊന്നും നിഷേധിക്കാത്തവരായി, തള്ളിക്കളയാത്തവരായ വേറൊരു വിഭാഗം ആളുകളെ നമ്മളിവിടെ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യം നിങ്ങൾ അറിയണം എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ കാലത്ത് കഴിഞ്ഞു പോയ കുറെ പ്രവാചകന്മാരെ സംബന്ധിച്ച് പറഞ്ഞിട്ട് അവർക്ക് അൽ കിതാബും അൽ ഹുക്കുമും അൽ നുബുവത്തും ഒക്കെ നൽകിയിട്ടുണ്ട്. ഇത് അംഗീകരിക്കേണ്ടത് ആവശ്യമാണ്. മറിച്ച് അത് തള്ളിക്കളയുകയാണെങ്കിൽ, നിഷേധിക്കുകയാണെങ്കിൽ നിങ്ങൾ ഓർക്കുക, വേറൊരു തരം ആളുകളെ, വേറൊരു കൂട്ടം ആളുകളെ, ഇതൊന്നും നിഷേധിക്കാത്ത, തള്ളിക്കളയാത്ത, അതിൽ വിശ്വസിക്കുന്ന ആളുകളെ, അങ്ങനെയുള്ള ഒരു ജനവിഭാഗത്തെ നാം ഭരമേൽപ്പിച്ചിട്ടുണ്ട്. അവർ ഈ ഭൂമുഖത്തുണ്ട്. പ്രവാചകരെ നിങ്ങൾ കാണാൻ പോകുന്നതേയുള്ളൂ. ഇത് മക്കിയായ സൂറത്താണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ മക്ക കാലഘട്ടത്തിൽ അവതരിപ്പിക്കപ്പെട്ട സൂറത്താണല്ലോ സൂറത്ത് അൽ അൻആം. പിന്നീട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പോകുന്നുണ്ട്. ആ മദീനയിലുള്ള കാര്യങ്ങൾ നമുക്കറിയാലോ. അപ്പൊ അത് സംബന്ധമായിട്ടുള്ള ചില സൂചനകളാണ് ഈ ആയത്തിൽ നേരത്തെ തന്നെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുന്നത്. അല്ലെങ്കിലും അങ്ങനെയാണ് കാര്യം. ഒരു കൂട്ടര് ഒന്നായിട്ട് നിഷേധിച്ചത് കൊണ്ട്, തള്ളിക്കളഞ്ഞത് കൊണ്ട്, എതിർക്കുന്നത് കൊണ്ട് ഒരു സത്യം ഇല്ലാണ്ടായി പോവില്ല. വേറെ പല ആളുകളും ഇവരെക്കാൾ നല്ല രൂപത്തിൽ ഏറ്റെടുക്കാനും ചെയ്യാനും ഒക്കെ ഉള്ളവരായി ഭൂമുഖത്തുണ്ടാകും. അത് തീർച്ചയാണ്. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ കാണുന്ന ജനങ്ങൾ ഇതെല്ലാം ആകെ എതിർക്കുന്നു, വലിയ കുഴപ്പക്കാരാണ്, ആരും നന്നാവില്ല എന്നൊന്നും കരുതേണ്ടതില്ല. വേറെ ചില ആളുകൾ, അത് വേറേതെങ്കിലും രാജ്യക്കാരാകാം, വേറെ ഏതെങ്കിലും പ്രദേശങ്ങളിലാകാം, മറ്റേതെങ്കിലും കാലഘട്ടങ്ങളിലാകാം, അങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെ നാം വക്കാലത്ത് കൊടുത്തിട്ടുണ്ട്, നാം ഏൽപ്പിച്ചിട്ടുണ്ട്, ഭരമേൽപ്പിച്ചിട്ടുണ്ട് എന്ന് അള്ളാഹു ഇവിടെ പറയാണ്. ആയത്ത് നോക്കൂ. أولئك الذين آتيناهم الكتاب والحكم والنبوة وإن يكفر بها هؤلاء فقد وكلنا بها قوما ليسوا بها بكافرين.
ആയത്തിന്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഒന്നും കൂടെ വിശദീകരിച്ച് പറയുകയാണെങ്കിൽ, ഈ ജനത ഹാവുലായി ഇവർ അല്ലെ, ഈ ജനത അദ്ദേഹത്തിൽ വിശ്വസിക്കുവാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അവർ വിശ്വസിക്കാത്തത് കൊണ്ട് ഈ ലക്ഷ്യം മുടങ്ങിപ്പോകുമെന്ന് അവർ കരുതേണ്ടതില്ല. നിഷേധികളല്ലാത്ത വേറൊരു കൂട്ടരെ നാം അതിന് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്ന സന്തോഷ വാർത്തയാണ് ഇവിടെ അറിയിക്കുന്നത്. ഇത് അവതരിച്ച് അധികം കഴിയുന്നതിന് മുമ്പായി മദീനയിലെ അൻസാരികളും ആ മദീനയിലേക്ക് പോയ മുഹാജിറുകളും തൗഹീദിന്റെ ഏറ്റവും വലിയ വാഹകരായി മാറിയ കഥകൾ നമുക്കറിയാലോ. അപ്പൊ ഇവിടെ നിന്ന് പോയ മുഹാജിറുകളും മദീനയിൽ നിന്ന് മുസ്ലിങ്ങളെ സഹായിച്ച അൻസാറുകളും ഏറ്റവും പ്രഗത്ഭമായ രൂപത്തിൽ ഇസ്ലാമിനെ ഉൾക്കൊള്ളുകയും അതിന്റെ ദൗത്യവാഹകരായി മാറുകയും ഒക്കെ കഥകൾ, ആ മാറിയ കഥ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ അതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ ആയത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിശ്വാസികളും ഭൗതിക വിശ്വാസികളും അള്ളാഹുവിന്റെ സന്മാർഗം സ്വീകരിക്കാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ വേണ്ട പ്രവാചകരെ, ഈ അനുഗ്രഹത്തിന്റെ ശരിയായ നിലയും മനസ്സിലാക്കുന്ന വേറൊരു വിഭാഗം ഉണ്ട് ഇവിടെ. ഇതൊരു വലിയ അനുഗ്രഹമാണല്ലോ. പ്രവാചകൻ എന്നത് വലിയൊരു നിഅമത്താണ്. പ്രവാചകൻ അവതീർണമായ പരിശുദ്ധ ഖുർആൻ വലിയ അനുഗ്രഹമാണ്. അപ്പൊ ഈ ദീനുൽ ഇസ്ലാം, ഈ മഹത്തായ അനുഗ്രഹത്തെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ കഴിവുള്ളവരായിട്ടുള്ള ആളുകൾ ലോകത്ത് വേറെയുണ്ട് എന്ന സന്തോഷ വാർത്തയാണ് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു ഇവിടെ കേൾപ്പിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. നന്മയുടെ വിഭാഗം അള്ളാഹുവിന്റെ മുക്കലാ ആണ്. അതാണ് ഇവിടെ മറ്റൊരു സന്ദേശം നമ്മൾ കേൾക്കുന്നത്. ഫഖദ് വക്കൽന, നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നു. പടച്ചവന്റെ മുക്കലാകളാണ്. വഹാദാ യദുല്ലു അലാ അന്ന അഹ്ലൽ ഖൈരി ദായിമൻ മുക്കലാഉൻ അനില്ലാഹ് എന്നാ പണ്ഡിതന്മാർ പറഞ്ഞത്. ഈ ഒരു പരാമർശം കൊണ്ട് മനസ്സിലാക്കേണ്ടത്, നന്മയുടെ ആളുകൾ എന്നും അവർ അള്ളാഹുവിന്റെ മുക്കലാഉകളാണ്. അള്ളാഹു കാര്യങ്ങൾ ഏൽപ്പിച്ച ആളുകളാണ്. അള്ളാഹു ഒരുപാട് കാര്യങ്ങൾ ഏൽപ്പിച്ചവരാണ്, അങ്ങനെ ഏൽപ്പിക്കപ്പെട്ടവരാണ്, ഉത്തരവാദിത്തം ഏറ്റെടുത്ത ആളുകളാണ് എന്ന പവിത്രത, അള്ളാഹു പല കാര്യങ്ങളും നമ്മളെ ഓരോരുത്തരും ഏൽപ്പിച്ചിരിക്കുന്നു എന്ന ഒരു പവിത്രത കൂടി, ഒരു ബഹുമാനം കൂടെ നന്മയുടെ ആളുകൾക്കുണ്ട് എന്ന് അവർക്ക് തിരിച്ചറിയാനും കൂടെ ഈ ആയത്ത് ഉപകരിക്കുമെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത്. അള്ളാഹുവിലേക്ക് കൈനീട്ടുന്ന ഓരോ ആളുകളും ദുർബലരായത് കൊണ്ടാണ്. പടച്ചവനിലേക്ക് കൈനീട്ടുന്ന ഓരോ ആളുകളും ദുർബലരാണ്. ആ നിലക്ക് പടച്ചവൻ നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നാം പടച്ചവനെ എല്ലാ കാര്യങ്ങളും ഭരമേൽപ്പിക്കുന്നു. അള്ളാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ട് അവനിൽ തവക്കുൽ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ദുർബലരായ ആളുകൾ എന്നുള്ള നിലക്ക് അള്ളാഹു നമ്മളെ ഇങ്ങോട്ട് കുറെ കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പടച്ചവൻ എല്ലാവരുടെയും നാഥനാണ്, എല്ലാവരുടെയും സംരക്ഷകനാണ്, എല്ലാവരുടെയും പരിപാലകനാണ്. അതുകൊണ്ട് തന്നെ നാം റബ്ബിനെ തവക്കുൽ ചെയ്തുകൊണ്ട് അവനിൽ ഭരം ഏൽപ്പിച്ചുകൊണ്ട് ജീവിക്കേണ്ട ആളുകളാണ്. അങ്ങനെയാണെങ്കിൽ തന്നെയും പടച്ചവന്റെ ചില ഉത്തരവാദിത്തങ്ങൾ നമ്മളെയും അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്നു. നന്മയുടെ ആളുകൾ എന്നുള്ളവർക്ക് അള്ളാഹു നമ്മളോട് ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നു എന്നുകൂടെ ഈ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ പറഞ്ഞു, ഖൗമൻ ലൈസു ബി കാഫിരീൻ, കാഫിരീകളല്ലാത്തൊരു കൂട്ടരാണ് അവര്, നിഷേധികളല്ലാത്തൊരു കൂട്ടരാ. ആ കൂട്ടരെ സംബന്ധിച്ച് സൂറത്തുൽ മാഇദയിൽ അല്ലാഹു പറഞ്ഞത് ഇങ്ങനെയാണ്: യാ അയ്യുഹല്ലദീന ആമനു മൻ യർതദ്ദ മിൻകും അൻ ദീനിഹി, സത്യവിശ്വാസികളെ, നിങ്ങളിൽ ആരെങ്കിലും തന്റെ മതത്തിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുന്ന പക്ഷം നിങ്ങൾ പുറകോട്ട് പോവുകയാണ്, അള്ളാഹുവിന്റെ ദീനിന്റെ ഉള്ളിലേക്ക്
ദീനിലേക്ക്, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നിങ്ങൾ കടന്നു വരുന്നില്ല, നിങ്ങൾ പുറകോട്ട് പോവുകയാണെങ്കിൽ എന്ന് പറയുന്നുണ്ട് അള്ളാഹു. നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ പുറകോട്ട് പോവുകയാണെങ്കിൽ പടച്ചവരതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അള്ളാഹു ഇഷ്ടപ്പെടുന്നവരും അള്ളാഹുവെ ഇഷ്ടപ്പെടുന്നവരുമായ വേറൊരു വിഭാഗത്തെ അള്ളാഹു പകരം കൊണ്ടുവരും. അവർക്ക് പടച്ചവനെ ഇഷ്ടായിരിക്കും. റളിയല്ലാഹു അൻഹും വറളു അൻഹു. പടച്ചവന് അവരെയും ഇഷ്ടമാണ്, അവർക്ക് പടച്ചവനെയും ഇഷ്ടമാണ്. അങ്ങനെയുള്ള ഒരു വിഭാഗത്തെ അള്ളാഹു പകരം കൊണ്ടുവരും. അതുകൊണ്ട് നിങ്ങൾ പുറകോട്ട് പോയി എന്നതുകൊണ്ട് ഈ ദീനിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന്. അവർ ആ മുന്നിലോട്ട് വരുന്ന ആളുകൾ ആരാണെന്നറിയോ? വിശ്വാസികളോട് വിനയം കാണിക്കുന്നവരാ, സത്യനിഷേധികളോട് പ്രതാപം പ്രകടിപ്പിക്കുന്നവരാ, അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരത്തിൽ ഏർപ്പെടുന്നവരാ. ഒരു ആക്ഷേപകന്റെ ആക്ഷേപവും അവർ ഭയപ്പെടുകയില്ല. ആര് എന്തൊക്കെ പറഞ്ഞാലും വലാ യഖാഫൂന ലൗമത്ത ലായിമിൻ. ആക്ഷേപിക്കുന്ന ആളുകളുടെ ആക്ഷേപങ്ങൾക്കൊന്നും ചെവി കൊടുക്കാതെ ദീനിന്റെ മാർഗത്തിൽ സധൈര്യം മുന്നോട്ട് പോകുന്ന, എന്തു തന്നെ എതിർപ്പുകൾ ഉണ്ടായാലും ഇത് എന്റെ ദീനിന്റെ കാര്യമാണ്, പടച്ചവന്റെ കാര്യമാണ്, അത് പടച്ചവൻ എന്നെ ഏൽപ്പിച്ചതാണ് എന്നിങ്ങനെ പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എതിർപ്പുകളും ആക്ഷേപങ്ങളും ഒക്കെ എല്ലാ ഭാഗത്തുനിന്നുണ്ടായാലും അങ്ങനെ പോകുന്ന ഒരു വിഭാഗം ലോകത്തുണ്ടാകുന്നു. വലാ യഖാഫൂന ലൗമത്ത ലായിം. ദാലിക ഫദ്ലുല്ലാഹി യുതീഹി മൻ യശാഉ വല്ലാഹു വാസിഉൻ അലീം. അല്ലാഹുവിന്റെ അനുഗ്രഹമാണിത്, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ നൽകുന്നു. അല്ലാഹു വിപുലമായ കഴിവുള്ളവരും സർവജ്ഞനുമത്രേ എന്ന് മറ്റൊരായത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ കണ്ടത് ഒരു വിഭാഗം ആളുകൾ, അതും സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്. നിങ്ങൾ പുറകോട്ട് പോവുകയാണെങ്കിൽ, നിങ്ങളില്ലെങ്കിൽ നാളെ ശൂന്യതയായിരിക്കും, ഇതാണ്ട് പൊളിഞ്ഞു പോകും, ഈ ദീനില്ലാണ്ടായി പോകും, അള്ളാഹുവിന്റെ മതത്തിന്റെ ആ മാർഗത്തിൽ ആരും ഉണ്ടാവില്ല, നിങ്ങൾക്കായിരുന്നു ഇതിനെ ഇത് കൊണ്ടു നടന്നത്, അതുകൊണ്ട് നിങ്ങൾ പോയാൽ ഇതെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു പോകും എന്നൊരു മൗഢ്യ ധാരണ ഒന്നും വേണ്ടട്ടോ. അതൊന്നും സംഭവിക്കൂല, അതൊക്കെ വെറുതെയാ എന്ന് അള്ളാഹു സൂചിപ്പിക്കുക. അതൊരു വ്യക്തിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടല്ല ഈ മതം നിലനിൽക്കുന്നത്. അയാൾ ഇല്ലാണ്ടായാൽ ഇത് നശിച്ചു പോകില്ല. കാരണം അള്ളാഹു ആണ് ഇതിന്റെ ആള്. അവൻ നിങ്ങളല്ലാത്ത വേറെ കുറച്ച് ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങളോട് ഇങ്ങോട്ട് വരി എന്ന് പറഞ്ഞിട്ട് എല്ലാ കാലത്തും ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ, നിങ്ങൾ പുറകോട്ട് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല, വേറെ പലരുണ്ട്, അവരെ തേടി പോയിക്കോളൂ പ്രവാചകരെ. ഇതാണ് പ്രവാചകന്മാരോട് അള്ളാഹു നൽകുന്ന നിർദ്ദേശം. ഇനി ആരാണവർ? ഖൗമൻ ലൈസു ബിഹി ബിഹാ ബികാഫിരി എന്ന് പറഞ്ഞ ആളുകൾ ആരാ? കാഫിറുകളല്ലാത്ത ആ ജനവിഭാഗം ആരാന്നറിയോ? സൂറത്തുൽ ഹശ്റിൽ ഒരു ആയത്തുണ്ട്, വളരെ ഹൃദയസ്പൃക്കായ ഒരു ആയത്ത. വല്ലദീന തബവ്വഉദ്ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം. മുഹാജിറുകൾ വരുന്നതിന്റെ മുമ്പായി വാസസ്ഥലവും വിശ്വാസവും സ്വീകരിച്ചു വെച്ചവർ, നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചവർ, രണ്ട് കാര്യങ്ങൾ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അൻസാറുകളെ പറ്റിയാണ് പറയുന്നത്. മദീനയിലെ എന്താ അവർ റെഡിയാക്കി വെച്ചത്? ഒന്ന്, ഉള്ളിൽ ഈമാൻ നിറച്ചു വെച്ചിരിക്കുന്നു. രണ്ടാമത്തേത്, മുഹാജിറുകൾ വന്നാൽ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അദ്ദാർ, അവരുടെ വീടും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വീട്ടില് കട്ടിലിട്ട് വിരിച്ച് അത് ഭംഗിയാക്കി വൃത്തിയാക്കി അവര് വന്നാൽ സ്വീകരിക്കാന് വീട്ടിലുള്ള എല്ലാ സൗകര്യങ്ങളും അവർക്ക് വേണ്ടി പകുത്തു കൊടുത്തുകൊണ്ട് അവരെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ് അവര്. യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം. അവരിലേക്ക് കയറി വരുന്ന, നാടും വീടും ഒഴിവാക്കി
ഒന്നുമില്ലാത്ത പട്ടിണിപ്പാവങ്ങളായി കടന്നു വരുന്ന മുഹാജിറുകളെ സ്വീകരിക്കാൻ അവർ റെഡിയാ. യുഹിബ്ബൂന, അവർക്ക് ഇഷ്ടാണ്, അവർ ഇഷ്ടപ്പെടുന്നു. വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജത്തൻ മിമ്മാ ഊതു, അവരായിട്ട് അവരുടെ വീടുകളിൽ ഉണ്ടാക്കി വെച്ച, അവർക്ക് അള്ളാഹു അനുഗ്രഹമായി നൽകിയ യാതൊന്നിലും തന്നെ അവർക്ക് അതുകൊണ്ട് എന്തെങ്കിലും സ്വന്തമായി ആവശ്യമുണ്ട് എന്നവർക്ക് മനസ്സിലാക്കാൻ എന്നവർക്ക് അറിയില്ല. ഇതുകൊണ്ട് എനിക്കെന്തോ ഉപകാരം ഉണ്ടാവും? ഇല്ല. ഇതുകൊണ്ട് ഉപകാരം എന്റെ വീട്ടിലേക്ക് കയറി വരുന്ന മുഹാജിറിനാണ് എന്നാണ് അവർ കാണുന്നത്. അങ്ങനെയുള്ള ഒരു വിഭാഗം. അവര് സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കി അങ്ങാടിയിൽ പോയി വാങ്ങിക്കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച ആ സാധനത്തിന് അവർക്കായിട്ട് എന്തെങ്കിലും ഉപകാരം അവരെങ്ങനെ നോക്കിയിട്ടും ചിന്തിച്ചിട്ടും കാണുന്നില്ല. എനിക്കെന്തെങ്കിലും ഇതുകൊണ്ട് ഉപകാരം ഉണ്ടോ എന്ന് ആലോചിച്ചിട്ടൊന്നുമില്ല. ഇത് എനിക്കല്ല ഉപകാരപ്പെടുക, എന്റെ മുഹാജിറായ സഹോദരനാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. വലൗകാരബിഹിം ഖസാസ, ശരിക്കും പറഞ്ഞാല് അത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആവശ്യമുള്ള ഒരു സന്ദർഭമായിരുന്നു. എന്നിട്ട് പോലും ഇങ്ങനെ ഏതൊരാൾ തന്റെ മനസ്സിന്റെ പിശുക്കിൽ നിന്ന് തന്നെ കാത്തുരക്ഷിക്കുന്നുവോ അത്തരക്കാരാണ്. അങ്ങനെ കാത്തുരക്ഷിക്കപ്പെടുന്നവരാരാണോ അവരാണ് വിജയം പ്രാപിച്ച ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ആയത്ത് അവിടെ അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇത് അൻസാറുകളെ സംബന്ധിച്ച് പരാമർശിച്ച ഒരായത്താണ്. ഈ ആളുകളെയാണ് അള്ളാഹു ഇവിടെ പറഞ്ഞത്, നിങ്ങൾ പോയിന്ന് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ വരുന്നില്ല എന്ന് കരുതിയിട്ട് ഇത് ദീന് നടക്കാണ്ട് പോകുന്നില്ല. ഈ രാജ്യത്ത് അല്ലെങ്കിൽ വേറെ അടുത്ത പ്രദേശത്ത് ഒരുപാട് ആളുകൾ ഇതിനെ പുൽകാൻ വേണ്ടി കാത്തിരിക്കുക, ഇതിന്റെ ആളുകളാകാൻ, ഇതിന്റെ വക്താക്കളാകാൻ, സ്നേഹത്തോടുകൂടി ഇതിനെ സ്വീകരിക്കാൻ രണ്ട് കൈയും നീട്ടി അവരിലേക്ക് വരുന്നവരെ മുഴുവൻ സ്വീകരിക്കാൻ തയ്യാറുള്ള ആളുകളുണ്ട് പ്രവാചകരെ എന്ന് കേൾപ്പിക്കുക. മദീനയിലേക്ക് മക്കയിലെ വലിയൊരു പണക്കാരനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്നുണ്ട്. വലിയ ബിസിനസ്സുകാരനാണ്, വലിയ പണക്കാരനാണ്, ഒരുപാട് ഒട്ടകങ്ങളും കുതിരകളും ഒക്കെയുള്ള വലിയ സമ്പന്നനാണ്. പക്ഷെ വരുമ്പോ അദ്ദേഹത്തിന്റെ കയ്യിലൊന്നുമില്ല. മക്കയിലെ പണക്കാരനായിരുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് പോവുക. മദീനയിലേക്ക് ചെന്നപ്പോ അവിടെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി ഏർപ്പാടാക്കിയിരിക്കുന്നത് സഅദ് ഇബ്നു അർ-റബീഅ റളിയല്ലാഹു അൻഹുവിനെയാണ്. സഅദ് റളിയല്ലാഹു അൻഹു ആണ് അബ്ദുറഹ്മാൻ ഔഫിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഓരോരുത്തരും അവർക്ക് നിശ്ചയിക്കപ്പെട്ട മുഹാജിറിനെ റളിയല്ലാഹു അൻഹു അവരെ കൂട്ടി വീട്ടിലോട്ട് പോവുക. ഇവിടെ സഅദ് റളിയല്ലാഹു അൻഹു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്ന വലിയ പണക്കാരനായിരുന്ന ആ വ്യക്തിയെ, സഹാബിയെ കൂട്ടിക്കൊണ്ടു പോവുക. എന്നിട്ട് സഅദ് റളിയല്ലാഹു അൻഹു അബ്ദുറഹ്മാൻ ഔഫിനോട് പറഞ്ഞു, ഇന്നി അക്സറുൽ അൻസാരി മാനൻ, ഈ അൻസാരികളിൽ ഏറ്റവും കൂടുതൽ പണമുള്ള ആള് ഞാനാണ്. എന്റെ ഈ പണം മുഴുവൻ ഞാൻ രണ്ടായി ഭാഗിക്കുന്നു. വലിയ ഇംറഅത്താനി, എനിക്ക് രണ്ട് ഭാര്യമാരുണ്ട്. ഈ രണ്ടുപേരിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആരാണെന്ന് നോക്കൂ. അവളുടെ പേര് എന്നോട് പറയൂ, ഞാൻ അവളെ തലാഖ് ചെല്ലാം. തലാഖ് കഴിഞ്ഞ് ആ ഇദ്ദയുടെ കാലാവധിയും കഴിഞ്ഞാൽ ആ ഭാര്യയെ, എന്റെ ആ ഭാര്യയെ നിങ്ങൾ വിവാഹം ചെയ്തോളൂ എന്ന് പറയുന്ന ഒരു ചിത്രമുണ്ട് അൻസാറുകളുടെ ചരിത്രത്തിൽ, മുഹാജിറുകളുടെ ചരിത്രത്തിൽ. അബ്ദുറഹ്മാൻ ഔഫ് സിമ്പിളായിട്ട് പറഞ്ഞു, ബാറക്കല്ലാഹു ലക്, അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ഫീ അഹ്ലിക വമാലിക, താങ്കൾ ഈ പറഞ്ഞ നല്ല വാക്കുകൾക്ക്
താങ്കളുടെ കുടുംബത്തിനും താങ്കളുടെ സമ്പത്തിനുമൊക്കെ അള്ളാഹു നിരന്തരമായ അനുഗ്രഹം ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ചെയ്യുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വേറെ ചില കാര്യങ്ങളുണ്ട്. എവിടെയാണ് അങ്ങാടി, എവിടെയാണ് ചന്ത, സൂക്ക് എവിടെയാണ്, അങ്ങോട്ടുള്ള വഴി എനിക്ക് കാണിച്ചു തന്നേക്കൂ, ഞാൻ അവിടെ ചെന്ന് വീണ്ടും കച്ചവടം ചെയ്ത് ജീവിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെയും തന്റെ ജീവിതത്തിലുള്ളത് മുഴുവനായി തന്റെ സമ്പത്തും തന്റെ കുടുംബവും താൻ നേടിയത് മുഴുക്കയും പകുത്തു കൊടുക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്ന മദീനയിലെ പണക്കാരായ ആളുകളും അല്ലാത്തവരായ ആളുകളുടെയും ഒക്കെ ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ ഈ ഒരു കാര്യത്തെ നേരത്തെ തന്നെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ ആയത്ത് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നത് എന്ന ഈ ചരിത്രം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ചെറിയ സംഭവം മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. അല്ലാഹു അവർക്കും നമുക്കുമൊക്കെ പുറത്തു നൽകുമാറാകട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ആ മുഹാജിറുകളോടൊപ്പം അൻസാറുകളോടൊപ്പം കഴിഞ്ഞുകൂടാനും അതേപോലെ അവരെ പോലെ നല്ലവരായി ജീവിക്കാനും അള്ളാഹു നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഇത്തരുണത്തിൽ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ഇനി 90-ാമത്തെ ആയത്ത് 9-0. ഉലൈക അല്ലദീന ഹദല്ലാഹു വബിഹുദാഹു മുഖ്തദി ഖുൽ ലാ അസ്അലുകും അലൈഹി അജ്റാ ഇൻ ഹുവ ഇല്ലാ ദിക്റാ ലിൽ ആലമീൻ. ഉലൈക അല്ലദീന ഹദല്ലാഹു വബിഹുദാഹു മുഖ്തദി ഖുൽ ലാ അസ്അലുകും അലൈഹി അജ്റാ ഇൻ ഹുവ ഇല്ലാ ദിക്റാ ലിൽ ആലമീൻ. ഫബിഹുദാഹു മുഖ്തദി ഖുൽ ഇഖ്തദിഹ് എന്ന് അവിടെ കൂട്ടിയതാണെങ്കിൽ പറയാത്തത് ഹാ ആണ്. അതുകൊണ്ട് ആ ഹാക്ക് പേര് ഹാവുസക്കത്ത് എന്നാണ് ഇതിന് പറയാ എന്നൊക്കെയാണ് ഉള്ളത്. ഇഖ്തദിഹ് എന്നാണ് വാക്ക് അവിടെ കാണുന്നത്. ഓക്കെ, ആ നമ്മൾ നേരത്തെ പറഞ്ഞ 18 പ്രവാചകന്മാർ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അടക്കം 18 പ്രവാചകന്മാർ, ഉലൈക അവർ കഴിഞ്ഞ ആയത്തിൽ വന്നു. അല്ലദീന ഒരു വിഭാഗമാണ്, ഹദല്ലാഹു അവരെയാണ് അള്ളാഹു നേർവഴിയിലാക്കിയിട്ടുള്ളത്. അപ്പൊ അള്ളാഹു നേർവഴിയിലാക്കിയിട്ടുള്ള ഒരു വിഭാഗമാണ് പ്രവാചകരെ. ആ പ്രവാചകന്മാരൊക്കെയും ഫബിഹുദാഹും അതിനാൽ അവരുടെ ഹുദയെ അവരുടെ നേർമാർഗത്തെ ഹദല്ലാഹു അള്ളാഹു ഹിദായത്തിലാക്കി, ഹുദാഹും അവരുടെ നേർമാർഗം. ഇഖ്തദി ഇഖ്തദി താങ്കൾ പിന്തുടരുക. ഇഖ്തദി ഇഖ്തദാ പിന്തുടർന്നു, ഇഖ്തദി പിന്തുടരുക, ഹി ഇഖ്തദിഹി അതിനെ താങ്കൾ പിന്തുടരുക. അപ്പോ ആ പ്രവാചകന്മാർക്ക് നൽകപ്പെട്ട ഒരുപാട് നേർവഴികളുണ്ട്. ആ നേർവഴികളെ പ്രവാചകരെ നിങ്ങൾ ഫോളോ ചെയ്യണം. ഖുൽ ലാ അസ്അലുകും അലൈഹി അജ്റാ അതോടൊപ്പം ജനങ്ങളോട് പറയുകയും ചെയ്യുക, ലാ അസ്അലുക്കും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല, അലൈഹി ഇതിന്റെ പേരിൽ നിങ്ങളോട് ഞാൻ കുറെ കാര്യങ്ങൾ പറയുന്നു. നിങ്ങളോട് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ പ്രവാചകന്മാർ വന്ന് പറഞ്ഞ പല വിഷയങ്ങളും നിങ്ങളെ ഞാൻ കേൾപ്പിക്കുന്നു. ഇതുകൊണ്ടൊന്നും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല പകരമായി അജ്റൻ എനിക്കെന്തെങ്കിലും കൂലി നൽകണമെന്ന്, എന്തെങ്കിലും പ്രതിഫലം നൽകണമെന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല. ഞാൻ പ്രബോധനം ചെയ്യുമ്പോ ഈ നല്ല സന്ദേശങ്ങൾ നിങ്ങളെ കേൾപ്പിക്കുമ്പോ പകരമായി നിങ്ങൾ എനിക്ക് കൂലി നൽകണ്ട. നിങ്ങളെ സ്വർഗത്തിലേക്കാണ് ഞാൻ വിളിക്കുന്നത്. നിങ്ങളുടെ ജീവിതം ശരിയാക്കാനുള്ള വഴികളാണ് പറഞ്ഞു തരുന്നത്. നിങ്ങളുടെ വഴികളിൽ നിന്നും നേർമാർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ഞാൻ ചെയ്യുന്നത്. എന്റെ പകലും രാത്രിയുമൊക്കെ ഈ പ്രബോധന പ്രവർത്തനങ്ങളിലാണ് ഞാൻ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ഓരോന്നും ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ ഈ ദീനിലേക്ക് വരുമ്പോ, ഈ നന്മയിലേക്ക് വരുമ്പോ, ഈ നേർമാർഗം പിന്തുടരുമ്പോ പകരമായി നിങ്ങൾ എനിക്ക് ശമ്പളം തരണോ? വേണ്ട.
വൈകുന്നേരമാകുമ്പോ നിങ്ങൾ എനിക്ക് കൂലി നൽകണോ? വേണ്ട. ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ എന്തെങ്കിലും പ്രതിഫലം എനിക്ക് നൽകണോ? വേണ്ട. ഞാൻ നിങ്ങളോട് അങ്ങനെ ഒരു പ്രതിഫലവും ചോദിക്കുന്നില്ല. കൂലി ഒന്നും തരണ്ട. ഇത് കൂലിയില്ലാത്ത പണിയാ. നിങ്ങളോട് നിങ്ങൾ കൂലി നൽകേണ്ടതില്ലാത്ത കാര്യമാണ്. എനിക്ക് എന്റെ റബ്ബ് കൂലി തന്നോളൂ. ഇൻ ഹുവ ഇല്ലാ ദിക്റാ ലിൽ ആലമീൻ. ഈ സംഗതികൾ ഓരോന്നും എന്താണെന്നറിയോ? പരിശുദ്ധ ഖുർആനിലെ അധ്യാപനങ്ങൾ, പ്രവാചകന്റെ അധ്യാപനങ്ങൾ, പ്രവാചകൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും എന്താണെന്നറിയോ? ഇതൊക്കെ ഇത് ലോകർക്ക് വേണ്ടിയുള്ള ഉത്ബോധനമാണ്. ഇൻ അല്ല, ഹുവ അത്, ഇല്ല അല്ലാതെ, ദിക്റ ഉത്ബോധനം, ലിൽ ആലമീൻ ലോകർക്ക് വേണ്ടിയുള്ള. ആലമീൻ ലോകർ, ആലമൻ ലോകം, അലമീൻ ലോകർ, ലോകർക്ക് വേണ്ടിയുള്ള ഉത്ബോധനമല്ലാതെ, ദിക്റ അല്ലാതെ മറ്റൊന്നുമല്ല ഇതിലുള്ള കാര്യങ്ങൾ. ഇതിലുള്ളതൊക്കെ ആളുകൾക്ക് വേണ്ടിയുള്ള പലതരത്തിലുള്ള ഉത്ബോധനങ്ങളാണ്, ഓർമ്മപ്പെടുത്തലുകളാണ്. പല നിലക്കും അവരെ ഓർമ്മിപ്പിക്കുവാനുള്ള വിഷയങ്ങളാണ് ഈ ഗ്രന്ഥത്തിലുള്ളത്. അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇതുകൊണ്ട് നിങ്ങൾ എനിക്ക് കൂലിയൊന്നും തരണ്ട, ഒരു പ്രതിഫലവും തരണ്ട എന്ന് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറയുക. ഒന്നുകൂടി നോക്കൂ. ഉലൈകല്ലദീന ഹദല്ലാഹ്. പ്രവാചകരെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ട 18 പ്രവാചകന്മാർ, അതേപോലെയുള്ള പ്രവാചകന്മാർ, അവരെയൊക്കെ അള്ളാഹു നേർവഴിയിലാക്കിയിട്ടുണ്ട്. അവരെയാണ് അള്ളാഹു നേർവഴിയിലാക്കിയത്. ഫബിഹുദാഹും, അവരുടെ നേർമാർഗത്തെ, ഇഖ്തദി, താങ്കൾ പിന്തുടരണം കേട്ടോ. ആ കഴിഞ്ഞുപോയ പ്രവാചകന്മാർ സഞ്ചരിച്ച അവർ ഉണ്ടായിരുന്ന ആ നേരായ വഴി ഉണ്ടല്ലോ, ആ വഴി താങ്കളും പിന്തുടരണം എന്ന് പറയുമ്പോൾ ഇത് ലോകർക്ക് മുഴുവനുള്ള നിർദ്ദേശമാണ്. ലോകത്ത് വന്ന പ്രവാചകന്മാർ മൊത്തത്തിൽ ഈ സന്ദേശത്തെ സംബന്ധിച്ച് പ്രവാചകരെ അവരെ കേൾപ്പിക്കേണ്ടത് ഇതൊരു ഇൻഹുവ ഇല്ലാ ദിക്റാ ലിൽ ആലമീൻ, ലോകർക്ക് മുഴുവനുള്ള ഉത്ബോധനമാണ് ഈ വിശുദ്ധ ഗ്രന്ഥത്തിലുള്ളത് എന്ന കാര്യം അവരെ കേൾപ്പിക്കൂ എന്നാണ് ഈ ആയത്തിൽ വന്നിരിക്കുന്നത്. ഒന്ന് രണ്ട് ചെറിയ വിശദീകരണങ്ങളിലേക്ക് പോകാം. കഴിഞ്ഞ ആയത്തുകളിലുള്ള പരാമർശങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മേൽ പറയപ്പെട്ട പ്രവാചകന്മാരെ സംബന്ധിച്ച് അവർക്കൊക്കെ പ്രവാചകത്വം നൽകപ്പെടുവാനും വേദഗ്രന്ഥം നൽകപ്പെടുവാനും അവരെ പ്രബോധനം ചെയ്യാനും ഒക്കെ എന്തുകൊണ്ട് അനുയോജ്യരായിരുന്നു എന്ന് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. കുല്ലും മിനസ് സ്വാലിഹീൻ, എല്ലാവരും സ്വാലിഹീങ്ങളായിരുന്നു. വകുല്ലം ഫദ്ദൽനാ അലൽ ആലമീൻ, ലോകരേക്കാൾ അവരെ നാം ശ്രേഷ്ഠരാക്കിയിട്ടുണ്ട്. വജ്തബൈനാഹും വഹദൈനാഹും ഇലാ സിറാത്തിൻ മുസ്തഖീം, അവരെ നാം പ്രത്യേക സെലക്ട് ചെയ്യുകയും അവരെ ഏറ്റവും ചൊവ്വായ മാർഗത്തിലേക്ക് നാം വഴി നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നിങ്ങനെ ആ പ്രവാചകന്മാരെ സംബന്ധിച്ച് അവരുടെ പ്രത്യേകതകൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ ആയത്തിലുള്ള പരാമർശം എന്താണ്? ഇതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളാണ്. അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകളെയാണ് അള്ളാഹു നേർമാർഗത്തിലാക്കുന്നത്. എന്തെങ്കിലും യോഗ്യത കൊണ്ടോ പ്രത്യേകമായ പരിശ്രമം കൊണ്ടോ ലഭിക്കുന്ന കാര്യങ്ങളല്ല പ്രവാചകത്വ പദവിയും വേദഗ്രന്ഥങ്ങളും ഒന്നും. ഈ ഗുണങ്ങളുള്ള മഹത്തായ പ്രവാചകന്മാർ ആണ് ഇവർ. അള്ളാഹു അഅലമു ഹൈസു യജ്അലു റിസാലത്തഹു, അതുകൊണ്ട് തന്നെ അള്ളാഹു അറിയാം ആർക്കൊക്കെയാണ് റിസാലത്ത് നൽകേണ്ടത്, ആർക്കൊക്കെയാണ് നബിമാരാക്കേണ്ടത് എന്ന് അള്ളാഹുവിന് അറിയാം. ആ നിലക്ക് റിസാലത്ത് നൽകപ്പെട്ട നബിമാരാക്കപ്പെട്ട പ്രസിദ്ധരായിട്ടുള്ള ആളുകളാണ് പ്രവാചകരെ. ഇവരെയൊക്കെയും അവരെ നിങ്ങൾ പിന്തുടരുക എന്ന് അള്ളാഹുവിന്റെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു കേൾപ്പിക്കാൻ. ഈ ഒരു സംഗതി ഉണ്ടല്ലോ, ഏത് ഖുൽ ലാ അസ്അലുക്കും അലൈഹി അജ്റ, ഇതിനെ ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യത്തിൽ നിങ്ങൾ എനിക്കൊരു കൂലിയും തരണ്ട. ഇതൊരു വല്ലാത്തൊരു വിഷയമാണിത്. ലോകത്ത് വന്ന പ്രവാചകന്മാർ അധിക ആളുകളും ഇത് പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് ശുആറാ ഓതി നോക്കിയാൽ മതി. അതില് നൂഹ് നബിയുടെ കഥ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോ അതിലിങ്ങനെ കാണാം, ഇത് ഖാല ലഹും അഖൂഹുൻ നൂഹുൻ അലാ തത്തഖൂൻ ഇന്നി ലക്കും റസൂലുൻ അമീൻ ഫത്തഖുല്ലാഹ വഅതിഊൻ
വമാ അസ്അലുക്കും അലൈഹി മിൻ അജ്രിൻ ഇൻ അജ്രിയ ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ. നൂഹ് നബി അലൈഹിസ്സലാം ജനങ്ങളോട് പറയാ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നില്ലേ ആളുകളെ, ഞാൻ നിങ്ങൾക്ക് വിശ്വസ്തനായ ഒരു പ്രവാചകനാണ്. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും എന്നെ അനുസരിക്കുകയും ചെയ്യുക. ഇതിന്റെ പേരിൽ നിങ്ങൾ എനിക്ക് യാതൊരു തരത്തിലുള്ള കൂലി നൽകേണ്ടതില്ല. എന്റെ കൂലി എന്ന് പറയുന്നത് ലോകരക്ഷിതാവായ അള്ളാഹുവിൽ നിന്നാണ് എന്ന് പറയുന്ന സൂറത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഇത് ഖാല ലഹും ശുഐബുൻ അലാ തത്തഖൂൻ ഇന്നി ലക്കും റസൂലുൻ അമീൻ വത്തഖുല്ലാഹ വഅതിഊൻ വമാ അസ്അലുക്കും അലൈഹി മിൻ അജ്രിൻ ഇൻ അജ്രിയ ഇല്ലാ അലാ റബ്ബിൽ ആലമീൻ. നേരത്തെ നൂഹ് നബിയെ സംബന്ധിച്ച് ഇവിടെ ശുഐബ് നബിയെ സംബന്ധിച്ചും ഇതേ രൂപത്തിൽ തന്നെ അതേ ജനങ്ങളോട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളിൽ നിന്ന് ഒരു കൂലിയും ചോദിക്കുന്നില്ല, നിങ്ങൾ എനിക്ക് ഒരു പകരമായിട്ടൊന്നും ചെയ്യണ്ട എന്ന് പറയുന്ന ആയത്തുകളാണ് പരിശുദ്ധ ഖുർആനിൽ പല ഭാഗങ്ങളിലായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒരുപാട് പ്രവാചകന്മാർ, അധിക പ്രവാചകന്മാരും ഇങ്ങനെ പറഞ്ഞതായിട്ട് ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. പക്ഷെ രണ്ട് പ്രവാചകന്മാര് യുടെ പേരിൽ ഇതില്ല എന്നാണ്. ഒന്ന് മൂസാ നബിയും മറ്റൊന്ന് ഇബ്രാഹിം നബിയാണെന്ന്. മൂസാ നബി എന്തുകൊണ്ട് ചോദിച്ചില്ല എന്ന് പറഞ്ഞില്ല എന്ന് ചോദിച്ചാല്, മൂസാ നബി വളർന്നത് ഫറോവയുടെ കൊട്ടാരത്തിലാണ്. അവിടെ ഉള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് അവരുടെ കൂട്ടത്തിൽ അവരുടെ ഉപ്പും ചോറും തിന്നും വെള്ളം കുടിച്ചും ജീവിച്ച ഒരു വ്യക്തി എന്ന നിലക്ക് ഞാൻ നിങ്ങളോട് വീണ്ടും കൂലി ചോദിക്കുന്നില്ല എന്ന് പറയുന്നതിലുള്ള ആ ഒരു സംഗതി കൊണ്ടായിരിക്കാം അദ്ദേഹം ചോദിക്കാതിരുന്നത് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. മാത്രമല്ല ഫറോവ ചോദിച്ചല്ലോ, ഖാല അലം നുറബ്ബിക ഫീനാ വലീദ, നീ ഇവിടെ അല്ലായിരുന്നടോ മൂസേ വളർന്നത് എന്ന് ഫറോവ ചോദിക്കുന്നുണ്ട് പോലും. കുട്ടിക്കാലത്ത് നീ ഇവിടെ അല്ല ഉണ്ടായിരുന്നത്, എന്നിട്ടാ എന്നെ ചോദ്യം ചെയ്യാൻ വന്നത് എന്ന് ചോദിക്കുന്നുണ്ട് പോലും. അപ്പോ അത് അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിട്ടില്ല മൂസാ നബിയുടെ അടുക്കൽ, അങ്ങനെ ഒരു പരാമർശം ഉണ്ടായില്ല മൂസാ നബിയുടെ അടുക്കൽ. ഇതുകൊണ്ടാകാമെന്നാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇങ്ങനെ പറയുന്നില്ല എന്നാണ്. അതിന്റെ കാരണം പറഞ്ഞത് അദ്ദേഹം പ്രധാനമായിട്ടും തന്റെ പിതാവിനെയാണ് അഭിസംബോധന ചെയ്യുന്നത്. ബാപ്പയോട് കൂലി ചോദിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ബാപ്പ വളർത്തിയ ഒരു വ്യക്തിയല്ലേ ചെറുപ്പത്തിൽ. അപ്പൊ ആ നിലക്ക് അത് പറയുന്നതിലെ ഒരു അസാംഗത്യം കൊണ്ടാണ് അങ്ങനെ പറയാതിരുന്നത് എന്നാണ് പണ്ഡിതന്മാർ സൂചിപ്പിച്ചത്. അതിങ്ങനെ പറഞ്ഞു പോകുന്നു എന്ന് മാത്രം. പക്ഷേ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ അസ്അലുക്കും അജ്റ എന്നിവിടെയും മറ്റു സ്ഥലങ്ങളിലുമൊക്കെ ഞാൻ നിങ്ങളോട് ഇതിന്റെ പേരിൽ കൂലി ചോദിക്കുന്നില്ല എന്ന് പറഞ്ഞ ഒരു ഭാഗത്ത് ഒരു കാര്യം മാത്രം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കുന്നുണ്ട്. അത് വല്ലാത്തൊരു ചോദ്യ. എന്താ ചോദ്യം എന്നറിയോ? ഖുൽ ലാ അസ്അലുക്കും അലൈഹി അജ്റ, സൂറത്ത് ശൂറയിൽ ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയുന്നതിൽ രാവും പകലുമൊക്കെ നിങ്ങളുടെ കൂടെ കൂടിയിട്ട് ഈ നന്മകൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിൽ, നിങ്ങളുടെ ജീവിതത്തിന്റെ മുച്ചൂടും മേഖലകളെ പരാമർശിക്കുന്ന നന്മയായ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് നിരന്തരമായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ നിങ്ങൾ എനിക്ക് ഒന്നും തരേണ്ടതില്ല. ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ, നിങ്ങൾ എന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ എന്നുള്ള നിലക്ക് ഒരിറ്റു സ്നേഹം നിങ്ങൾക്ക് എന്നോട് കാണിച്ചൂടെ? അത് മാത്രമേ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നുള്ളൂ. ഏറ്റവും അടുത്ത ബന്ധുക്കൾ, മൂത്താപ്പയും അറാപ്പയും അമ്മായിയും അടങ്ങുന്ന കുടുംബം, അങ്ങനെ പല ഏറ്റവും അടുപ്പക്കാരായ ഏറ്റവും അടുത്തവരായ നാട്ടുകാരായ സ്വന്തക്കാരായ ബന്ധക്കാരായ ആളുകൾ എന്നുള്ള നിലക്ക് ആ രക്തബന്ധത്തിന്റെ പേരിൽ, ആ സ്നേഹബന്ധത്തിന്റെ പേരിൽ ഒരൽപ്പം കരുണ നിങ്ങൾക്ക് എന്നോട് കാണിച്ചൂടെ എന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ എന്ന് ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നതായി ഖുർആൻ പറയുന്നുണ്ട്. അല്ലാതെ നിങ്ങൾ എനിക്ക് കാശായിട്ടൊന്നും തരണ്ട, ഇതിന് ശമ്പളമായിട്ടൊന്നും തരണ്ട, മറിച്ച് ഒരിറ്റ് സ്നേഹം കാണിച്ചാൽ മതി നിങ്ങൾ എന്നോട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നുണ്ട് പോലും. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയാണ്. അള്ളാഹുവിന്റെ ദൂതനോട് അള്ളാഹുവിന്റെ ദൂതനോട് അള്ളാഹുവോട് ആവശ്യപ്പെടുന്നത്. പഴയകാല പ്രവാചകന്മാരുടെ കഥകൾ പറയാ. സുലൈമാൻ നബി, ദാവൂദ് നബി, ഇസ്ഹാഖ് നബി, യാക്കൂബ് നബി, യൂസുഫ് നബി, യൂനുസ് നബി, അവരുടെയൊക്കെ പേരുകളാണല്ലോ പരാമർശിക്കപ്പെട്ടത്, അവരുടെ ചരിത്രങ്ങളാണല്ലോ പറഞ്ഞത്.
ഈ പ്രവാചകന്മാരിൽ നിന്നൊക്കെ അവരെ പിന്തുടരണമെന്ന് പറയുമ്പോൾ ഒരുപാട് ശ്രേഷ്ഠമായ സ്വഭാവങ്ങൾ പ്രവാചകരെ നിങ്ങൾക്ക് സ്വീകരിക്കാനുണ്ട്. ഏകദൈവ വിശ്വാസകാര്യത്തിൽ അവരോടൊപ്പം താങ്കൾ പങ്കുചേരുക. അവരുടെ ആ വിശ്വാസവും അതിനുള്ള പ്രവർത്തനങ്ങളും എങ്ങനെയായിരുന്നു എന്ന് നോക്കുക. സുലൈമാൻ നബി, ദാവൂദ് നബി അധികാരവും അതേപോലെ രാജ്യവും ഒക്കെ ലഭിച്ച ആളുകളായിരുന്നു. പ്രവാചകര് നിങ്ങൾക്ക് മാതൃകയുണ്ട്. അയ്യൂബ് നബി കഷ്ടതകളിൽ ജീവിച്ചൊരു വ്യക്തിയായിരുന്നു. അതിൽ സഹിഷ്ണുത കാണിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാം ക്ഷമയുള്ള ഒരു വ്യക്തിയായിരുന്നു. ഭരണത്തിൽ മികവ് കാണിക്കാൻ സാധിച്ച ഒരു വ്യക്തിയായിരുന്നു. യൂനുസ് നബി അലൈഹിസ്സലാം തിമിംഗലത്തിന്റെ മത്സ്യത്തിന്റെ വയറ്റിൽ ആയിരുന്നപ്പോ അദ്ദേഹത്തോട് പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ച വ്യക്തിയാണ്. അങ്ങനെ എല്ലാ പ്രവാചകന്മാരിലുമുള്ള ഇങ്ങനെയുള്ള ശ്രേഷ്ഠമായ ഗുണങ്ങൾ പ്രവാചകരെ നിങ്ങളിലുണ്ട്. നിങ്ങൾ അതൊക്കെ പിന്തുടരുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള നിരക്കാണ് താങ്കളുടെ പ്രത്യേകതകളെന്ന് സൂചിപ്പിക്കുന്നത്. ഈ ആയത്ത് ഇവിടെ അവസാനിപ്പിക്കുമ്പോ ഞങ്ങളെപ്പോലെയുള്ള മതരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ സദാ ഓർമ്മിച്ചിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ കൂടെ ഇതിലുണ്ട്. എന്താ? മുൻഗാമികളായ മാതൃകാ പുരുഷന്മാരുടെ സച്ചരിതരായ ആ മാർഗങ്ങളെ പിന്തുടരുക. പണ്ടുകാലം മുതൽക്കേ മനുഷ്യലോകത്തിനു വേണ്ടി അള്ളാഹു നിശ്ചയിച്ച് അവതരിപ്പിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സാൻമാർഗിക വ്യവസ്ഥ, അതിന്റെ പൂർത്തീകരണമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത്. അതിന്റെ പിന്തുടർച്ചയാണ് ഈ മതരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ചെയ്യുന്നത്. ലോകത്ത് കഴിഞ്ഞുപോയ ഒരുപാട് പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരുടെ പിന്തുടർച്ചയെന്നോണം വന്ന അന്ത്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ അന്ത്യപ്രവാചകന്റെ സന്ദേശങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് ദഅവത്ത് നിർവഹിക്കുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് അവർ ആ ഒരു ബാധ്യതയാണ് നിർവഹിക്കുന്നത് എന്ന് അവർ മനസ്സിലാക്കണം. രണ്ടാമത്തത്, പ്രതിഫലേച്ഛയും സ്വാർത്ഥ താല്പര്യങ്ങളും ഇല്ലാതെയാണ് പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. ഇതിന്റെ പേരിൽ പ്രതിഫലം ആവശ്യമില്ല. ലോക ജനതയുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള പൊതു ഉത്ബോധനമാണ്, ഉപദേശമാണ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. റബ്ബ് നൽകിക്കോളും അതിനുള്ള കൂലി, റബ്ബ് ഏറ്റെടുത്തോളും അവരുടെ കാര്യങ്ങൾ എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഓരോ പ്രബോധകർക്കും മുന്നോട്ട് പോകാൻ സാധിക്കണമെന്ന രണ്ടാമതൊരു സന്ദേശം കൂടെ കുല്ലാ അസ്അലുക്കും അലൈഹി അജ്റാ എന്ന ഈ സന്ദേശം ഈ ആയത്ത് കേൾക്കുമ്പോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കേട്ടതും അറിഞ്ഞതുമായ കാര്യങ്ങൾ ജീവിതത്തിൽ പുലർത്തി കഴിയാൻ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ സംഭവിച്ചു പോകുന്ന തെറ്റുകുറ്റങ്ങൾ റബ്ബ് നമുക്ക് പുറത്തു തന്ന് അവന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ലോകത്ത് പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് അവരുടെ പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പും മറ്റു സംവിധാനങ്ങളും ഒക്കെ കടന്നു വരികയാണ്. ചിത്രശക്തികൾ പലതരത്തിലുള്ള കുഴപ്പങ്ങളും പ്രയാസങ്ങളും നമുക്കിടയിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അള്ളാഹുവെ, അത്തരത്തിലുള്ള വർഗീയ ശക്തികളുടെ കരങ്ങളിൽ നിന്നും ഞങ്ങളുടെ രാജ്യത്തിന്, ഞങ്ങളുടെ സമൂഹത്തിന് നീ രക്ഷ നൽകുവാറാകണേ. ആ നിലക്ക് അവരുടെ ഓരോരുത്തരുടെയും സമ്മതിദാനം ഉപയോഗിക്കാനുള്ള കരുത്തും മനോദാർഢ്യവും ഞങ്ങളുടെ നാട്ടിലുള്ള പ്രദേശങ്ങളിലുള്ള മറ്റ് സംസ്ഥാനങ്ങളിലുള്ള എല്ലാ ആളുകൾക്കും നൽകി നീ അനുഗ്രഹിക്കുമാറാകണേ. അതേപോലെ ഫലസ്തീനിന്റെ മണ്ണിൽ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് അവരുടെ എല്ലാ പ്രയാസങ്ങളും നീക്കി കൊടുക്കുമാറാകണേ. ലോകത്ത് ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുന്ന യുദ്ധത്തിന്റെയും മറ്റ് അതേപോലെയുള്ള ഭീതിജനകമായ അവസ്ഥകളിൽ നിന്ന് ഞങ്ങളുടെ നാടിനെയും പ്രദേശങ്ങളെയും ലോകത്തെ തന്നെയും നീ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണേ.